അമ്മേ എനിക്കൊരു പ്ലേറ്റ് ചോറ് വയറ് നിറച്ച് കൊടുക്കൂലേ? ഈ അമ്മ ഇവിടെ ഈ വഴി കൂടെ പോകുന്ന എല്ലാവർക്കും വയറ് നിറച്ച് ആഹാരം കൊടുക്കും. ഒരു പ്രതിഫലവും പറ്റാതെ. ഇല്ലേ അമ്മേ? സ്നേഹം മാത്രം മതി. മുകേഷിന്റെ വീട് പിന്നെയും പോണം, അങ്ങ് ഒത്തിരി പോണം, അത് ഒത്തിരി പോണം. അതങ്ങ് പട്ടത്താനത്ത് അടിപൊളി അവിടെ കിഴക്കേ മുക്കില്ലേ പായ്ക്കുളം എന്ന് പറയും. പൂനം പായ്ക്കുളം അപ്പുറത്ത് ഞാനും കൂടെ പിടിക്കാം. ഇപ്പുറത്ത് പായ്ക്കുളം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ കോവാലശ്ശേരിക്ക് കോവാലശ്ശേരി കിഴക്കേ മുക്കെന്ന് പറയും, വായനശാല എന്ന്. ഓടി സമയം പോയ ഒരു പഞ്ചായത്ത് സ്കൂളുണ്ട്. അല്ലാത്തപ്പോഴൊക്കെ താമസോ ഇതില്ല പയ്യന്റെ വന്നെടുത്തോളൂ. ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ല മോനെ. ഇന്ന് പുളിശ്ശേരി, മാങ്ങാ പുളിശ്ശേരിയും നമ്മുടെ അവിയല്, അച്ചാറ്. ഒരു ദിവസം എത്ര പേർക്ക് ആഹാരം കൊടുക്കും? എണ്ണ ഒന്നുമില്ല ഇപ്പൊ ഇവിടെ, എണ്ണ ഒന്നുമില്ല. കറക്റ്റ് എത്ര മണിക്ക് ഇവിടെ വന്നിരിക്കും? 12:30 ആകുമ്പോ വരൂലേ? 1:30 മുമ്പ് തീർന്നിരിക്കും. ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ട്. പിന്നെ എന്തുവാ? അവിയല്. പുളിശ്ശേരി അല്ല, മാങ്ങ കറിയില്ലേ? മാങ്ങ ഒഴിച്ചു കറി. ഈ അമ്മ ഇവിടെ ഈ വഴി കൂടെ പോകുന്ന എല്ലാവർക്കും വയറ് നിറച്ച് ആഹാരം കൊടുക്കും. ഒരു പ്രതിഫലവും പറ്റാതെ. ഇല്ലേ അമ്മേ? സ്നേഹം മാത്രം മതി. അതെന്താ അമ്മ അങ്ങനെ പറയാൻ കാരണം? സ്നേഹം മാത്രം. കാരണം ഇത്രയും ആഹാരം കൊടുക്കും. നമ്മള് സാധാരണ ഒരു കടയിൽ പോയി സ്നേഹം കാശ് കൊടുത്താൽ കിട്ടത്തില്ല. അതെ, മതി എന്ന് പറയുന്ന വേറെ എന്ത് കൊടുത്താലും കിട്ടത്തില്ല. ചോറാകുമ്പോ മതി. നമ്മൾ സാധാരണ ഒരു കടയിൽ പോയി കഴിക്കണം, ഇത്ര ആഹാരത്തിന് 5 രൂപ കൊടുക്കണം. അമ്മയ്ക്ക് നല്ല ചെലവില്ലേ ഇത്? അത് കുഴപ്പമില്ല, അത് ഭഗവാൻ തരുന്നുണ്ട്. ഭഗവാൻ തരുന്നു, കൊടുക്കുന്നു. ഭഗവാൻ ഏൽപ്പിച്ച ജോലിയാണ്. ഭഗവാൻ കഴിച്ചോണ്ട് പറയാല്ലേ? കുഴപ്പമില്ല, കഴിക്ക്. സന്തോഷേ ഉള്ളൂ. മാങ്ങ ആരാ കൊണ്ട് തന്നെ? മാങ്ങയൊക്കെ അവിടെ ഒരാള് പിച്ചാൻ വന്നപ്പം അയാളെ പെട്ടി ഇരുന്ന് മാങ്ങ ഞങ്ങക്ക് തന്നിട്ട് പോയി. പിച്ചാൻ വന്നത് കറിക്ക് കൊള്ളാത്തയാ, അപ്പോഴും പെട്ടി ഇരുന്നത് തന്നിട്ട് പോയി. അച്ചാറും കറിക്ക് അവിയലുള്ള സാധനങ്ങളുടെ കാര്യം അത് വാങ്ങിച്ചത്. എല്ലാ ദിവസവും വാങ്ങാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടോ? ഇപ്പൊ ആൾക്കാരൊക്കെ തരുന്നുണ്ടല്ലോ. ഇപ്പൊ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. ആവത് മാത്രം തന്നാ മതി, കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട്. ക്യൂ നിന്നാ കഴിച്ചേട്ടോ. ഇത്ര നേരം ക്യൂ നിന്നിട്ടാണ് എനിക്ക് ഒരു പ്ലേറ്റ് ചോറ് കിട്ടിയത്. ഒരുപാട് പേര് കേട്ടോ. അത് പ്രായം കൂടുതൽ വരുന്നില്ല. അതാണ് അതിന്റെ. ഇപ്പോഴും അവര് ജോലി ചെയ്യുന്ന ഒരു വയസ്സിന് വേണ്ടിയല്ലേ. 80 വയസ്സിലും ജോലി ചെയ്യണോന്ന് വെച്ചാ അതെ. അപ്പൊ അവർക്കും കൊടുക്കുക. ആര് വന്നാലും കൊടുത്തിരിക്കില്ലേ? അമ്മയുടെ പേരെന്താണ്? എന്റെ പേര് ജലജ. അമ്മ ഒന്നും കൂടെ ഇവിടെ നിൽക്കാവോ? അമ്മ ഒന്ന് വേറൊരു അമ്മയാണോ കേട്ടോ? വേറൊരു അമ്മ. അമ്മയുടെ പേരെന്താ അമ്മേ? തുളസി ഭായ്. ആ പേരോട് നീട്ടി. ഞങ്ങൾക്കൊക്കെ അമ്മല് അല്ലെ. അമ്മയുടെ പേരെന്താ പറഞ്ഞേ? ജയലജ. അങ്ങനെയുള്ള പേരൊക്കെ ഞങ്ങൾക്കുള്ളത്. തുളസി ഭായ് കൊള്ളാം, നല്ല പേരാട്ടോ. പിന്നെ അമ്മയല്ല എല്ലാ ദിവസവും ഇവിടെ തന്നെ നിൽക്കുന്നത്. കാരണം നല്ല വെയിലില്ല ഇവിടെ. വെയിലൊന്നും കുഴപ്പമില്ല. കഴിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരുന്നു കഴിക്കാനില്ല. കഴിക്കുന്നവർക്ക് തണലുണ്ട്, അതുകൊണ്ട് എനിക്ക് സമാധാനം. ഞാനിപ്പോ നിൽക്കുന്നവർ കൊല്ലം കല്ലുംതാഴ കേട്ടോ. കല്ലുംതാഴ പഴയ റോഡല്ലേ ഇത്? പഴയ റോഡ്, ബൈപ്പാസിലോട്ട് കയറുന്ന പഴയ റോഡ്. ആ റോഡിന്റെ സൈഡിലാണ് ഈ അമ്മ ചോറ് കൊടുക്കുന്നത്. കസേര ഇരിക്കും. അമ്മ ബിസി കേട്ടോ, കാരണം അങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഞാൻ അത്ര ക്യൂ നിന്നാണ് ആഹാരം കഴിച്ചത്. ഇവിടെ ക്യൂ ഒന്നും ഇല്ല. ഇവിടെ വരിക, കഴിച്ചോണ്ട് പോവുക. ഇവിടെ ക്യൂ ഇല്ല, ആരും വെയിറ്റ് ചെയ്തില്ല. ഇന്ന് പിന്നെ വണ്ടി താമസിച്ചുകൊണ്ടുള്ളവര് കുറച്ച് താമസിച്ചില്ല. ഇവിടെ അന്നേരത്തേക്ക് ഇവിടെ എല്ലാം ആളായി. അല്ലെ, ചില ആൾക്കാരൊന്നും പാത്രത്തിൽ മേടിച്ചോണ്ട് പോകുന്നുണ്ടല്ലേ? അത് വയ്യാത്തവർക്ക് കൊണ്ടുപോവുക. രാത്രിത്തേക്കുള്ള ആഹാരം കഴിച്ചിട്ട് രാത്രിത്തേക്ക് കൊണ്ടുപോകുന്നവരുണ്ട്. പിന്നെ വയ്യാതെ കിടക്കുന്നവർക്ക് കൊണ്ടുപോകുന്നവരുണ്ട്. കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലേ? ഇല്ല. കൊള്ളാം. ആർക്കായാലും നമ്മൾ ചോറല്ലേ മോനെ കൊടുക്കുന്നത്. നമുക്ക് അങ്ങനൊന്നും ഇല്ല. അമ്മയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ എനിക്ക് 3 മക്കളാണ്. ഒരു മോളും 2 മോനും. വീട്ടിൽ 2 പേരുണ്ട്. 2 പേരും ടയറിന്റെ പണിക്കാരാണ്. 2 പേര് വീട്ടിലുണ്ട്. മോളെ ഒന്ന് ദൂരെ. 5 കൊച്ചുമക്കളും ഉണ്ട്, 3 മരുമക്കളും ഉണ്ട്.
കൊടുത്തു. അല്ല അവർക്ക് ഇങ്ങനെ ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? അവർക്ക് സന്തോഷമുള്ളൂ. അവരാ ആദ്യം അരിയും സാധനമൊക്കെ എടുത്ത് തന്നത്. ഓ അങ്ങനെ അല്ലേ? ഇപ്പൊ എത്ര വർഷം ഇവിടെ തുടങ്ങിയിട്ട്? വർഷമൊന്നും മാസങ്ങളായോ? 6 മാസം. 6 മാസമായില്ലേ ഇവിടെ? അതിനുമ്പ് എവിടെ ആയിരുന്നു? അതിനു മുമ്പ് ഓച്ചിറ അമ്പലത്തില്ലേ? ഇങ്ങനെ തോന്നാനുള്ള കാരണം പണ്ടത്തെ ഇപ്പോഴും കുറെ നാളിന് മുമ്പ് വരെയും ബുദ്ധിമുട്ടായിരുന്നു. വിശപ്പൊക്കെ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. അപ്പം പാവത്തുങ്ങൾക്ക് ഇച്ചിരി ഭക്ഷണം കൊടുക്കണം, അതിലൊരു സന്തോഷം. എനിക്ക് ഭൂമിയിൽ ഒന്നും സ്വന്തമായിട്ടില്ല. അതാണ് എന്റെ ഒരു രഹസ്യം. വീട് ഒന്നുമില്ല. കിടക്കുന്ന വാടക വീട്ടിലാണോ? അല്ല, മക്കളുടെ കൂടെ. മക്കളുള്ളതിനകത്ത് കിടക്കുവാണ്. സ്വന്തമായിട്ടൊന്നുമില്ല. ഇത് തുടങ്ങുമ്പോ 0 ബാലൻസ് ആയിട്ടാണ് തുടങ്ങിയത്. നമ്മൾ ഈ വീട് കണ്ടേ ആരെങ്കിലും ഇങ്ങനെ അരിയോ സാധനം എടുത്തു തരാൻ ആഗ്രഹിച്ച് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാങ്ങിക്കും. പക്ഷെ ഇതില് നമ്പരോ അതൊന്നും കൊടുക്കരുത്. നമ്മള് വരേണ്ട സ്ഥലം കൊല്ലം കല്ലുംതാഴം വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണും. അമ്മ ഇവിടെ കാണും. എത്ര മണിക്ക് ഇവിടെ? ഇവിടെ ഞാൻ 12:30 ചോറുമായിട്ട് വരും. പക്ഷെ ഇവിടെ തിരക്കി അപ്പുറത്ത് തന്നെ 2 വീട്ടിന്റെ അപ്പുറം വെക്കുന്നിടം. അവിടെ കാണും. കൊല്ലം കല്ലുംതാഴം വന്നു കഴിഞ്ഞാൽ അമ്മയെ തിരക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയും. 12 തൊട്ട് 1:30 വരെ അല്ലേ? എല്ലാ ദിവസവും. ഇത് എത്ര മണിക്ക് പണി തുടങ്ങും? ആഹാരം 6:30 ആകുമ്പോഴത്തേക്ക്. 6:30 വെക്കും. 6:30 രാവിലെ വീട്ടിൽ നിന്ന് 6:30 ഇവിടെ വരും. വൈകിട്ട് എത്ര മണിക്ക് തിരിച്ചു പോകും? ഇപ്പൊ 3 മണിയൊക്കെ ആകുമ്പോ പോകും. ഇതങ്ങോട്ട് കൊണ്ടുവരുന്ന ഈ പാത്രം കഴുകുന്ന ജോലിയുള്ളൂ. അതേ ഉള്ളൂ. അങ്ങനൊന്നുമില്ല. ഒരേ ദിവസം വിചാരിച്ചോണ്ട് പോകുന്ന കറി പോലും അല്ല അവിടെ ചെല്ലുമ്പോ ആവുന്നത്. എല്ലാ ദിവസവും മാറ്റമുണ്ടല്ലേ കറിക്കൊക്കെ? ഇന്നലെ എന്തുവായിരുന്നു? ഇന്നലെ സാമ്പാറും നമ്മുടെ ഇന്നലെ എന്തുവായിരുന്നു? ചീനിയും അല്ലേ? കാച്ചിലും ചീനിയും കൂടെ ഇട്ട എലിശ്ശേരി ആയിരുന്നു. എന്താ വേണം? വെള്ളം വേണോ? വെള്ളം കൊടുക്കുക. ദാണ്ട ഇതിലേ വാങ്ങിയ ഇതാണ്ട് ഇവിടെ ഇങ്ങനെ ബക്കറ്റും ഉണ്ട്, വേസ്റ്റ് ഒരു കവറും ഉണ്ട്. ഈ വിശന്നൊക്കെ വരുന്നവരിത് കഴിച്ചിട്ട് മതി എന്നും പറ ചിരിച്ച സന്തോഷത്തോടെ പോകുമ്പോ അതി വലുതെന്തോ വേണം മോനെ. മരിക്കുന്ന അന്ന് വരെയും കൊടുക്കണം. അതാണ് അടിപൊളി ഫുഡ് അമ്മേ. വയറ് നിറഞ്ഞില്ല, പൊട്ടി. കൊടുത്തിട്ട് ഇനി വാ മോനെ. മോൻ വാ. എന്തോ